സായി ഫാമിലി വ്ലോഗ്. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുഞ്ഞൻ മത്തി അല്ലെങ്കിൽ ചാള മാങ്ങയിട്ട് പറ്റിച്ചതാണ് കേട്ടോ. അതിനുവേണ്ടി ഞാൻ 1 കിലോ കുഞ്ഞൻ ചാള, നല്ല പച്ചമാങ്ങ, തേങ്ങ, ചുവന്നുള്ളി, പച്ചമുളക്, കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട്. കുഞ്ഞൻ ചാള പീര പറ്റിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തേങ്ങ ചതച്ചെടുക്കണം. തേങ്ങയും ചുവന്നുള്ളി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇത് ചതച്ചെടുക്കണം. അരിഞ്ഞു പോകണ്ട, ചതച്ചെടുത്താൽ മതി. അതിനകത്തേക്ക് ഞാനൊരു 4 ചുവന്നുള്ളിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഇതിട്ട് ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുക, ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. ഓക്കെ, ഞാനിവിടെ തേങ്ങയാണെങ്കിൽ ചതച്ചെടുത്തിട്ടുണ്ട്, ചുവന്നുള്ളി മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട്. നമുക്കിനി അരപ്പാണെങ്കിൽ ഈ ചട്ടിയിലേക്ക് ഇടാം കേട്ടോ. ഒരു ചട്ടി കഴുകി വെച്ചിട്ടുണ്ട്, അതിലേക്ക് അരപ്പിടുക. അതിനുശേഷം അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന 10 പച്ചമുളക് ഇടുക. പിന്നെ നമുക്ക് വേണ്ടത് മാങ്ങ, ഇടുന്നത് ഇഞ്ചിയാണ്, ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില. അതിനുശേഷം നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കേട്ടോ. ഞാനൊരു 2 സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിനകത്തേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുഞ്ഞമത്തി ചേർക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി പുരട്ടാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്നുകൂടെ ഒന്ന് പുരട്ടാം. പുരട്ടി തപ്പിപ്പൊത്തി വെച്ചതിന് ശേഷം നമുക്കിത് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്യാം. വളരെ കുറച്ച് തീ മാത്രം ഇട്ടാൽ മതി. അതിനുശേഷം ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് നോക്കാം. നമ്മുടെ ചാള ഇവിടെ ഒരുവിധം ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കിതിൻ്റെ നടുക്കായിട്ട് ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കി കൊടുക്കാം. ഈ വെള്ളം മുഴുവൻ പറ്റട്ടെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഈ സൈഡിലേക്ക് ഫിഷൊക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ വെക്കാം. ഇത് കുറച്ച് നേരം തുറന്ന് വെക്കാം. തുറന്ന് വെച്ച് ഇതിൻ്റെ വെള്ളം മുഴുവൻ വറ്റട്ടെ. വറ്റിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ കുറച്ച് പറ്റി വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ വെള്ളം വറ്റണം, അത് ചട്ടിയിലിരുന്ന് വറ്റിക്കോളും. നമുക്കിതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. അതിനുശേഷം ഇതിനകത്തേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന 2 സ്പൂൺ വെളിച്ചെണ്ണ ജസ്റ്റ് കട്ടിക്കൊന്ന് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം മീൻ നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതിന് ഞങ്ങളുടെ നാട്ടിൽ മീൻ പറ്റിച്ചു എന്ന് പറയും. ചില നാട്ടിൽ ഇതിന് മീനവിയലെന്നും മറ്റു ചില നാട്ടിൽ മീൻ തോരനെന്നും പറയും. ഞങ്ങൾ മാവേലിക്കരക്കാർ ഇതിന് മീൻ പറ്റിച്ചു എന്നാണ് കേട്ടോ പറയുന്നത്. ഇത്രയേ ഉള്ളൂ മീൻ പറ്റിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. കുടംപുളി ഇടുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് മാങ്ങയിട്ട് പറ്റിക്കുന്നതായിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ മീൻ പറ്റിച്ചത്. ഇഷ്ടപ്പെട്ടാലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.